ഒരു 2-3 ദിവസം ഓഫ് കിട്ടി. അപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ഇൻസ്റ്റാഗ്രാം റീൽ ഓർമ്മ വന്നത്. അത് നമ്മളുടെ വീടിനടുത്തായിട്ടുള്ള ഒവൻസ് നാച്ചുറൽ പാർക്കിൻ്റെ ഒരു ചെറിയൊരു ഷോട്ടായിരുന്നു. എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ട് വെച്ച് പിടിച്ചേക്കാമെന്ന് വെച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്ന് മനസ്സിലായത്. നമ്മളതിൽ പേ ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടി. പേ ചെയ്തിട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഓഷ്യൻ വ്യൂ ആണ് കിട്ടിയത്. അവിടുന്ന് ഞങ്ങൾ പതുക്കെ നടന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ടക്കേഴ്സ് കേവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പേര് കണ്ടു. അവിടെ നമ്മൾ ഒരു എൻഡിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഷ്യൻ വ്യൂ നന്നായിട്ട് കിട്ടും. പക്ഷേ അതിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുന്നൊരു കുഞ്ഞൊരു പാർട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് ശരിക്കും ആ ഇടയ്ക്കായിരുന്നു ഞാൻ മഞ്ഞുമൽ ബോയ്സ് മൂവി കണ്ടത്. ശരിക്കും അതിൻ്റെ അത്രയും ഒരു എഫക്റ്റ് ഇല്ലെങ്കിൽ പോലും ഒരു നല്ലൊരു ഭംഗി തോന്നി അത് കണ്ടപ്പോൾ. പെട്ടെന്ന് അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ മൂവിയാണ് ഓർമ്മ വന്നത്. അത് താഴോട്ട് ചെല്ലുമ്പം നമുക്ക് ശരിക്കും പേടിയായി പോകും. കാരണം വെള്ളത്തിൻ്റെ സൗണ്ട്, പിന്നെ ഇരുട്ട്, അങ്ങനെ അതിൻ്റെ ഒരു സെറ്റപ്പ്, അതെല്ലാം നമുക്ക് പെട്ടെന്ന് മനസ്സിലൊരു ചെറിയൊരു പേടിയൊക്കെ വരും. പിന്നെ കുറച്ച് സ്ലിപ്പറിയാണ് ഏരിയ, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാനും ഇറങ്ങാനും ഒക്കെ ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ശരിക്കും ഞാൻ നാട്ടിൽ നിന്ന് ശരിക്കും മിസ് ചെയ്യുന്നൊരു കാര്യം നമ്മളുടെ തണ്ടർ മഴ. അപ്പോൾ അവിടെ ഒരു തണ്ടർ കേവ് കണ്ടു. അത് ശരിക്കും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ഒരു ഇടിമുഴക്കം കേട്ടത്. അപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ പേര് അതിനെങ്ങനെയാണ് വന്നതെന്ന്. പിന്നെ കുറച്ചും കൂടെ പതുക്കെ ഞങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാനോൺ കേവ് കണ്ടു. എന്നാ പറയുക, ഈ സ്പെക്ടാക്കുലർ വ്യൂ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ. പതുക്കെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് ചെന്നു. കുറച്ച് പേര് കപ്പിൾസൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പോസ്റ്റ് ചെയ്യാനൊക്കെ കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടുന്നൊരു നല്ല ഏരിയ ആണത്. പിന്നെ അന്ന് ഞങ്ങൾ ചെന്നപ്പം സാധാരണ ഉള്ള ഒരു തിരക്കില്ലായിരുന്നു. വർക്കിംഗ് ഡേയിലാണ് പോയത്. പിന്നെ ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ടായിരിക്കും ഒത്തിരി ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റി. പതുക്കെ താഴോട്ടിറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അവിടെ ഒരു എന്താ പറയുക, ഒരു സർപ്രൈസിങ് ഫാക്റ്റ് ഉണ്ടായിരുന്നു താഴെ. അവിടെ ചെന്ന് കുറച്ച് താഴോട്ട് ഒരാൾക്ക് ഇറങ്ങി പോകേണ്ട സ്ഥലമേ ഉള്ളൂ. സ്ലിപ്പറിയാണ്, കുറച്ച് ഡേഞ്ചറസ് ആണ്. പക്ഷേ ആ താഴത്തെ ആ വ്യൂ ഉണ്ടല്ലോ, അത് എല്ലാത്തിനും ഒരു വർത്തിറ്റായിട്ടുള്ളൊരു വ്യൂ ആണ്. താഴെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ചെറിയൊരു കേവിനകത്തുനിന്ന് വെള്ളമൊക്കെ വരുന്ന ഒരു ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീല് ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് ഇറങ്ങി ചെന്നു. അവിടെ ഫോട്ടോസൊക്കെ കുറച്ചെടുത്തു. എന്നിട്ട് പിന്നെ പതുക്കെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ പതുക്കെ മേളിലോട്ട് കയറി പോന്നു. ശരിക്കും അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് നടത്തുന്നത്. നമുക്ക് ഒത്തിരി നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റി. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇത് എവിടെയാണ്, കാരണം അവരൊക്കെ പോയിട്ട് ഇത്രയും നല്ല പിക്ചേഴ്സ് കിട്ടിയില്ല എന്ന് അവർ പറഞ്ഞായിരുന്നു.